ഡിയർ ഫ്രണ്ട്സ്, കേരള ഹിസ്റ്ററിയിൽ 2021 മുതൽ 25 വരെ കേരള PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകണം കേട്ടോ. LGS നിലവാരത്തിലും 10th +2 ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്ത് തരികയാണ്. ഇത് നമ്മൾ ഒന്നാമത്തെ ക്ലാസ് ആണ്. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടും BFAക്ക് വേണ്ടിയിട്ടും ബെവ്കോ LDക്കും വേണ്ടിയിട്ടൊക്കെ 100% ഉപകരിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. കേരള ഹിസ്റ്ററി ഭാഗത്തു നിന്നുള്ള SCRT നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു അല്ലെ. പുതിയ SCRT ചെയ്തു, പഴയ SCRT നിങ്ങളുടെ മുന്നിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ എടുത്തു തന്നിട്ടുണ്ട്. പുതിയതായിട്ട് പേര് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ആൻസർ കൊടുത്തിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ക്ലാസ് വീഡിയോ പോസ് ചെയ്ത ശേഷം എനിക്കിതിന്റെ ആൻസർ അറിയുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യമായിട്ട് മലയാളം നിഘണ്ടു കേട്ടോ. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? ആൻസർ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ആൻസർ കിട്ടുന്നുണ്ടോ? മലയാളം നിഘണ്ടു, ആദ്യമായി മലയാള നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ്? ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് അല്ലേ. ഹെർമൻ ഗുണ്ടർട്ട് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 84/22 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് പറയണ്ടല്ലോ അല്ലെ, സമയം വെറുതെ ഇതാകും. മാർത്താണ്ഡവർമ്മയുടെ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ. മാർത്താണ്ഡവർമ്മയാണ് കുളച്ചൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി അല്ലെ. അപ്പൊ നമുക്ക് അതില് എന്തൊക്കെ പഠിക്കാനുണ്ട്? മാർത്താണ്ഡവർമ്മയുടെ കുളച്ചൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഇത് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് അല്ലെ. ആരൊക്കെയാണ്? ഡച്ചുകാരും അതുപോലെ മാർത്താണ്ഡവർമ്മയും അല്ലെ. ഡച്ചുകാരാൻ്റെ മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള ആയിരുന്നു എന്ത്? കുളച്ചൽ യുദ്ധം. പിന്നെ നമുക്ക് എന്തൊക്കെ അറിയാം? അതായത് നമ്മുടെ ഈ ശ്രദ്ധിക്കണേ, അഞ്ചിക്കൈമൈ എന്താണ്? ഇതൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്ന കാര്യമാണ്. ഇതൊന്നും ഞാൻ എന്റെ കൈ കൊണ്ട് കൂട്ടിച്ചേർക്കുന്നില്ല കേട്ടോ. അഞ്ചിക്കൈമേൽ, അതായത് എറണാകുളം പ്രദേശമാണ് കേട്ടോ. എറണാകുളം പ്രദേശമാണ് ഏത്? അഞ്ചിക്കൈമൽ കേട്ടോ. മാർത്ത അഞ്ചിക്കൈമേൽ മാർത്ത വടക്കുംകൂരില് അധികാരം പിടിച്ചെടുക്കാൻ ഡച്ചുകാര് ആഗ്രഹിച്ചു കേട്ടോ. അതായത് എറണാകുളം പ്രദേശത്തുള്ള അഞ്ചിക്കൈമൽ, എന്താണ്? അഞ്ചിക്കൈമേൽ മാർത്ത എന്ന സ്ഥലം എന്ത് ചെയ്തു? വടക്കുംകൂരിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡച്ചുകാര് ശ്രമിച്ചു. ഇതൊക്കെ എന്താണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ കുളച്ചൽ യുദ്ധത്തിലേക്ക് കാരണമാകുകയാണ്. പിന്നെ നമുക്കറിയാം ഈ എന്താണ് കുളച്ചൽ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഈ കുളച്ചൽ യുദ്ധത്തിന്റെ ഫലമായിട്ട് 1743 കേട്ടോ. 1743 മെയ് മാസം 22-ാം തീയതി 1741 കുളച്ചൽ യുദ്ധം അല്ലെ. 1741 കുളച്ചൽ യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ. 1743 മെയ് മാസം 22-ാം തീയതി മാവേലിക്കരയിൽ വെച്ചിട്ട് കേട്ടോ. എവിടെ വെച്ചിട്ടാണ്? മാവേലിക്കരയിൽ വെച്ചിട്ട് മാർത്താണ്ഡവർമ്മയും മാവേലിക്കരയിൽ വെച്ചിട്ട് ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മ കേട്ടോ. മാർത്താണ്ഡവർമ്മയും അതേപോലെ കമാൻഡർ ആയിട്ടുള്ള റെനോ കാസിർസും ചേർന്നിട്ട് റെനോ കാസിർസും ചേർന്നിട്ട് എന്ത് ചെയ്തു? ഒരു സമഗ്രമായിട്ടുള്ള ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ഇതൊക്കെ കുളച്ചൽ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നടന്ന പ്രസ്താവനകളാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയുടെ കുളച്ചൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചത്. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. ഇതിൽ വിജയിക്കുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. അതായത് എറണാകുളം പ്രദേശം അഞ്ചിക്കൈമൽ എന്താണ്? അഞ്ചിക്കൈമൽ മാർത്ത വടക്കുംകൂരില് എന്ത് ചെയ്തു? അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡച്ചുകാര് ശ്രമിച്ചു. ഇതൊക്കെ എന്താണ്? കുളച്ചൽ യുദ്ധത്തിലേക്ക് വഴിതെളിക്കുകയും 1743 മെയ് മാസം 22-ാം തീയതി മാവേലിക്കരയിൽ വെച്ചിട്ട് മാർത്താണ്ഡവർമ്മയും കമാൻഡർ ആയിട്ടുള്ള റെനോ കാസിർസും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ഇതൊക്കെ കുളച്ചൽ യുദ്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ ആണോ? അടുത്തത്, ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? പോർച്ചുഗീസുകാരാണ് അല്ലെ. നമ്മൾ പഠിച്ചതാണ് അല്ലെ. കേരള ഹിസ്റ്ററി പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു PDF എന്ന് പറഞ്ഞിട്ട് അല്ലെ. PDF, പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര്. ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് വന്നത് ആരാണ്? പോർച്ചുഗീസുകാര്. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ആരാണ്? 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ആരാണ്? കൊച്ചി പിടിച്ചടക്കിയത്?
ഫ്രഞ്ചുകാര് അല്ലെ, ആരിൽ നിന്നാണ് കൊച്ചി പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരിൽ നിന്നും. രണ്ടാമത് വന്ന ശക്തിയായ ഫ്രഞ്ചുകാരാണ് എന്ത് ചെയ്തത്? 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ആരെ എന്ന് ചോദിച്ചത് ഫ്രഞ്ചുകാരാണ്. ഇല്ല അല്ലെ, സോറി മാറിപ്പോയതാണേ, സോറി ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു ഡച്ചുകാര്, ഫ്രഞ്ച് അല്ല, സോറി ഡച്ചുകാരാണ് കേട്ടോ. അതായത് ഫസ്റ്റ് പോർച്ചുഗീസുകാർ വന്നു അല്ലെ, പോർച്ചുഗീസുകാർ വന്നു. ആ പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു കൊച്ചി. പിന്നീട് രണ്ടാമത് വന്ന വിദേശ ശക്തിയാണ് ഏതാണ്? യൂറോപ്യൻ ശക്തിയാണ് ആര്? ഡച്ചുകാര്. അപ്പൊ ഈ പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ എന്ത് ചെയ്തു? 1663 കൊച്ചി പിടിച്ചടക്കി. തെറ്റ് ശ്രമിക്കണേ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി അല്ലെ. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുക്കൾ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. എങ്ങനെയാണ് ഈ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിലാകാൻ കാരണം? ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് അല്ലെ. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത്. ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം 1792 കേട്ടോ. 1792 അതുപോലെ മൈസൂർ യുദ്ധത്തില് ടിപ്പു സുൽത്താന്റെ തോൽവിയെ തുടർന്നിട്ടാണ് അല്ലെ. ഏത് യുദ്ധമാണ്? മൈസൂർ യുദ്ധം. ഏത് യുദ്ധമാണ്? മൈസൂർ യുദ്ധത്തിൽ എന്ത് ചെയ്തു? ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു അല്ലെ. ടിപ്പു പരാജയപ്പെട്ടു. അപ്പോ എന്ത് ചെയ്തു? മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായി. ഏത് ഉടമ്പടി പ്രകാരം? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം. അപ്പൊ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അനുബന്ധ ഫാക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. ആദ്യമായി മലയാള നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മാർത്താണ്ഡവർമ്മയുടെ കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ, കുളച്ചിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ 1741 കുളച്ചിൽ യുദ്ധം നടന്നത്. എറണാകുളം പ്രദേശമായിട്ടുള്ള അഞ്ചിക്കൈമൽ മാർത്ത വടക്കംകൂരിൽ അല്ലെ, അഞ്ചിക്കൈമൽ മാർത്ത വടക്കംകൂരില് അധികാരം പിടിച്ചെടുക്കാൻ ആര് ശ്രമിച്ചു? ഡച്ചുകാർ ശ്രമിച്ചു. ഇതും കുളച്ചിൽ യുദ്ധത്തിലേക്ക് വഴിതെളിച്ചു. കുളച്ചിൽ യുദ്ധത്തിന്റെ ഫലമായിട്ട് 1743 മെയ് മാസം 22-ാം തീയതി എന്ത് ചെയ്തു? ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. മാർത്താണ്ഡവർമ്മയും കമാൻഡർ ആയിട്ടുള്ള റെനോ കാസിർസും തമ്മിലാണ് ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത്. അത് അവിടെ പഠിച്ചു. ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ആരെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഡച്ചുകാരാണ്. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായി. മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലായി. അപ്പൊ അതിന്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ആ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിലാകാൻ കാരണമായിട്ടുള്ള ഉടമ്പടി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഈ ഉടമ്പടിക്ക് വഴിതെളിച്ചത് എന്താണ്? നമ്മുടെ ടിപ്പുവിന്റെ പരാജയമാണ്. നെക്സ്റ്റ് വൺ, ഹോർത്തൂസ് മലബാറിനെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഹോർത്തൂസ് മലബാർ കേസ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഓർമ്മ വരണം? എന്തരാം? നമ്മുടെ കേരളത്തിലെ അല്ലെ, കേരളത്തിലെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത് എന്തിനാ തന്നെന്നറിയോ? ക്വസ്റ്റ്യൻ ഏതൊക്കെ ചോദിക്കുന്നുണ്ട്, കേരള ഹിസ്റ്ററിയിൽ നിന്നും ഏത് മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പഠിക്കുക. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? സബ്ജക്ട് സിലബസ് വൈസ് ആയിട്ട് സബ്ജക്ട് വൈസ് ആയിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പൊ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ് അല്ലെ. അതുപോലെ തന്നെ ആരാണ് ഈ ഗ്രന്ഥം രചിച്ചത്? ഡച്ച് ഗവർണർ ആയ അല്ലെ, ആരാണ്? ഡച്ച് ഗവർണർ ആയ വാൻഡ്രിഡ് ആണ്. ഡച്ച് ഗവർണർ ആയ വാൻഡ്രിഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത്. ഏത് വർഷമാണ്? 1678. 1678-നും 1703-നും 1678-1703-നും എവിടെ നിന്നാണ്? ആംസ്റ്റർഡാമിൽ നിന്നാണ് കേട്ടോ. ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. ഇത്രയും കാര്യങ്ങള് ഹോർത്തൂസ് മലബാറിനെ കുറിച്ചിട്ട്, ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചിട്ട് ശരിയായ പ്രസ്ഥാനങ്ങളൊക്കെ പഠിക്കണം. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ട് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണർ ആയിട്ടുള്ള വാൻഡ്രിഡ് ആണ് ഈ ഗ്രന്ഥം എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. 1678-നും 1703-നും ഇടയിലാണ് ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കുന്നത്. ഇനി ഇതൊന്ന് ചേരുമ്പോൾ ചേർത്തേ, ഈ ആൻസർ ക്വസ്റ്റ്യൻ ഒന്ന് ചേരുമ്പടി ചേർക്കുക. അല്ലേ, ഹെർമൻ ഗുണ്ടർട്ട്. നമുക്കിത് 1, 2, 3, 4 കൊടുക്കാം. ഹെർമൻ ഗുണ്ടർട്ടിലെ ഇതിൽ ഏത് വരും? ഏതാ വരിക? കേരള പഴമ അല്ലെ. കേരള പഴമ ആരുടേതാണ്? ഹെർമൻ ഗുണ്ടർട്ടിന്റേതാണ്. ഇനി സൈനുദ്ദീൻ മഖ്ദൂം.
സൈനുദ്ദീൻ മക്തുന്റേതാണ് തുഫത്തുൽ മുജാഹിദീൻ. എന്താണ്? തുഫത്തുൽ മുജാഹിദീൻ ആരുടേതാണ്? സൈനുദ്ദീൻ മക്തൂനാണ്. ലുഡോവിക്കോ ഡി വാർധമ ആരാണ്? ലുഡോവിക്കോ ഡി വാർധമ. ഇത് ആരുടേതാണ്? ആരുടേതാണ്? ഇതൊരു യാത്രാ വിവരണമാണ്. ഇതൊരു യാത്രാ വിവരണമാണ്. നെക്സ്റ്റ് വൺ ഇബ്നു ബത്തൂത്തയുടേതാണ് റിബ്ല. ഇബ്നു ബത്തൂത്തയുടേതാണ് റിബ്ല കേട്ടോ. അപ്പൊ ഹെർമൻ ഗുണ്ടറിന്റേതാണ് കേരള പഴമയെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ രചിച്ചതാണ് തുഫത്തുൽ മുജാഹിദീൻ. ലുഡോവിക്കോ ഡി വാർധമ എന്ന് പറയുന്നത് ഒരു യാത്രാ വിവരണമാണ്. ഇബ്നു ബത്തൂത്തയുടേതാണ് റിബ്ല. ഓക്കെ, 60/23 ആണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ്. അടുത്തത് രാജ്യസമാചാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യസമാചാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. രാജ്യസമാചാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്താണ്? രാജ്യസമാചാരത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? രാജ്യസമാചാരത്തിന്റെ ജന്മസ്ഥലം കണ്ണൂര് അല്ലെ? കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് പുറത്തിറക്കുന്നത്. രാജ്യസമാചാരം പുറത്തിറക്കുന്നത്. രാജ്യസമാചാരം പശ്ചിമോദയം ഇതൊക്കെ ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ് അല്ലെ രാജ്യസമാചാരം. അതേപോലെ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. ഹെർമൻ ഗുണ്ടർട്ട് കേട്ടോ. കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരം പുറത്തിറക്കുന്നത്. ഇനി ഹെർമൻ ഗുണ്ടർട്ടുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ചോദ്യങ്ങളാണ്? ഇതാണ് ഹെർമൻ ഗുണ്ടർട്ട് ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായിരുന്നു കേട്ടോ. ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്നത് ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ ആരായിരുന്നു? അംഗം ആയിരുന്നു അല്ലെ. പിന്നെ ഹെർമൻ ഗുണ്ടർട്ടുമായിട്ട് പഠിക്കുന്ന എന്താണ്? മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് അല്ലെ. ഫസ്റ്റ് മലയാളം വരണേ. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത്. ഓക്കെ, അപ്പൊ അത് പഠിക്കണം കേട്ടോ. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരം? ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. ഞാൻ റിപ്പീറ്റേഷൻ ചെയ്തല്ല, എക്സാം റിപ്പീറ്റേഷൻ ആണ്. കാരണം ഞാൻ തന്നത് നിങ്ങൾക്ക് അറിയണം. ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്ന് അറിയാനാണ്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ്. ഏതാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം അല്ലെ. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം. നെക്സ്റ്റ് വൺ, പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടി കേട്ടോ. അഞ്ചരക്കണ്ടി കറുവാത്തോട്ടം. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? ശ്രീരംഗപട്ടണം വിട്ടിട്ട് കേരള ഹിസ്റ്ററിയിൽ കളിയില്ല കണ്ടോ. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? ആരാണ്? നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. ടിപ്പു ആണ് അല്ലെ. ടിപ്പു സുൽത്താൻ ആണ്. ടിപ്പു സുൽത്താൻ. അദ്ദേഹം പരാജയപ്പെട്ടു അല്ലെ. മൈസൂർ യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശിയർ ആര്? അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശിയർ ആര്? പോർച്ചുഗീസുകാരാണ് കേട്ടോ. പോർച്ചുഗീസുകാരാണ്. അതായത് ആദ്യം വന്നതും പോർച്ചുഗീസുകാരാണ്, അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. 1961 കാലഘട്ടത്തിലാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്? 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 1961 പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നത്? വിട്ടുപോകുന്നത് കേട്ടോ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? വാസ്കോ ഡ ഗാമ അല്ലെ. പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നിങ്ങള് വാസ്കോ ഡ ഗാമ. ഓക്കെ, വാസ്കോ ഡ ഗാമ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതൊക്കെ നമ്മൾ എസ്ആർടിയിൽ പഠിച്ചതാണ് അല്ലെ. നമ്മൾ ഒരു 7 ക്ലാസ് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ഇത്ര നേരം പഠിച്ച ക്വസ്റ്റ്യൻസ് ഫുള്ളും എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരാഴ്ച പഠിച്ചതിൽ നിന്നും വന്നിട്ടുണ്ട് കേട്ടോ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരിക്കാർ 4 പേരുണ്ട് അല്ലെ. 4 കുഞ്ഞാലിമാരുണ്ട്. അതിൽ ഏത് കുഞ്ഞാലിയാണ് ചാലിയം കോട്ട തിരിച്ചു പിടിച്ചത്? കുഞ്ഞാലി മരിക്കാർ
മൂന്നാമൻ കേട്ടോ. കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ചാലിയൻകോട്ട തിരിച്ചു പിടിച്ചത്. ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തി, ഇപ്പൊ പറഞ്ഞതാണ്, ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ് കേട്ടോ. പോർച്ചുഗീസുകാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷം ആയിരുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പിറ്റത്തെ വർഷം അല്ലെ, 1858 കർണാട്ടിക് യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? കർണാട്ടിക് യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ആയിരുന്നു? ഇംഗ്ലണ്ടും പിന്നെ ആരാണ്? ഫ്രാൻസും അല്ലെ. ഇംഗ്ലണ്ടും ഫ്രാൻസും. ആരാണ് വിജയിച്ചത്? ഇംഗ്ലണ്ട്. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട കോളനിയായിരുന്ന രാജ്യം ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഏതായിരുന്നു? ഇന്തോനേഷ്യ. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരം? കണ്ടോ, ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മിഷനറി ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ലണ്ടൻ മിഷനറി, ചർച്ച് മിഷൻ സൊസൈറ്റി, അതുപോലെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അങ്ങനെ 3 മിഷനറിമാരെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ജസ്യൂട്ട് മിഷനറിമാർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ മലബാർ കിട്ടണം. ഇതാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അല്ലെ. ബാസൽ, മലബാർ എന്ന് കാണുമ്പോ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ. അവസാനത്തെ എത്ര പ്രാവശ്യമല്ലേ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ. വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ആരാണ്? വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ നമ്മൾ എങ്ങനെയാ പഠിക്കുക? PDEF പഠിക്കുക. എഫ് ആരാ? ഫ്രഞ്ച് അല്ലെ. നെക്സ്റ്റ് വൺ, പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. മലബാർ പ്രദേശത്ത് അല്ലെ, അദ്ദേഹം കോട്ടയം രാജവംശക്കാരനായിരുന്നു. അതുപോലെ മലബാർ പ്രദേശത്ത് എന്ത് ചെയ്തു? ശക്തമായ പ്രക്ഷോഭങ്ങൾ അല്ലെ, ശക്തമായ പ്രക്ഷോഭം കൊണ്ടുവന്നത് പഴശ്ശിരാജയാണ് കേട്ടോ. മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പഴശ്ശിരാജയാണ്. അതുപോലെ ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു. നമ്മൾ SCRT പഠിച്ചു അല്ലെ, ഒളിപ്പോര് നടത്തിയത് എടച്ചേനക്കൊങ്കൻ, തലക്കൽ ചന്തു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒളിപ്പോരില് അദ്ദേഹം എന്തായിരുന്നു? പ്രഗത്ഭനായിരുന്നു. ബ്രിട്ടീഷ് അധികാരികളെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? വെല്ലുവിളിച്ചു അല്ലെ. ബ്രിട്ടീഷ് അധികാരികളെ അദ്ദേഹം വെല്ലുവിളിച്ചു. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? കേരളത്തില് ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല ഏത്? മലബാർ ആണ്. മലബാർ. വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കോഴിക്കോട് എത്തിയ വർഷം. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട്ട് എത്തിയ വർഷം 1400 എപ്പോഴാ? 498. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയത് 1498. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ. ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി അല്ലേ. നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം തരികയാണ് ഞാൻ. നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാട്ടാ. പോണ്ടിച്ചേരി. പിന്നെ ഇത് വരും യാനം അല്ലേ. പോണ്ടിച്ചേരി, യാനം,
കാരക്കൽ, ഇതൊക്കെ ആരുടെ പ്രദേശങ്ങളാണ്? ഫ്രാൻസിന്റെ പ്രദേശങ്ങളാണ് കേട്ടോ. ഫ്രാൻസിന്റെ അധീനതയിലായിരുന്നു. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ എന്നും കൊട്ടിയോട്ട് രാജ എന്ന പേരുകളിലും അറിയപ്പെട്ട ഭരണാധികാരി ആര്? പഴശ്ശിരാജ. കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവന്നത് ആര്? കാർട്ടസ് വ്യവസ്ഥ, അതായത് നമ്മുടെ ഇന്ത്യൻ സമുദ്രങ്ങളുണ്ട് അല്ലെ, ആ ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിനു മേല് കുത്തക സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവന്നു. ഒരു വ്യാപാര നയമാണ് അല്ലെ, ഒരു വ്യാപാര നയമാണ്. ആരാ കൊണ്ടുവന്നത്? പോർച്ചുഗീസുകാരാണ് കേട്ടോ. കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. 1865 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെ കുറിച്ച് ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ട് ആംസ്റ്റർഡാമിൽ നിന്നെത്തിയ ജൂതന്മാരുടെ തലവൻ ആരാണ്? കേരളത്തില് ജൂതന്മാരുണ്ടായിരുന്നു, അവരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആംസ്റ്റർഡാമിൽ നിന്ന് കുറെ ജൂതന്മാരെത്തി. അവര് തലവൻ ആരാണ്? പെരേര ഡി പൈവ. പെരേര ഡി പൈവയും അതുപോലെ മോസസ് കേട്ടോ. പെരേര ഡി പൈവ ആൻഡ് മോസസ് ആണ് ജൂതന്മാരുടെ തലവൻ. കേരളത്തിലെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. കേരളത്തിലെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? എന്തൊക്കെയാണ്? വിജ്ഞാനം പറഞ്ഞ എന്താ? ഒരു അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. എന്ത് ചെയ്തു? നമുക്കറിയാം 3 മിഷൻ സൊസൈറ്റികൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ചർച്ച് സൊസൈറ്റികൾ വന്നിട്ടുണ്ടായിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ചർച്ച് മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനും ഒക്കെ വന്നു. അതിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ ആസ്ഥാനമായിട്ടും ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറും കൊച്ചി ആസ്ഥാനമായിട്ടും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ ആസ്ഥാനമായിട്ടും ഒക്കെയാണ് പ്രവർത്തിച്ചത്. അപ്പോ ഈ മലബാറില് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് ഏത്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. വിജ്ഞാന മേഖലയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഓപ്ഷനൊക്കെ അവർ തന്നിരിക്കുന്നത്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ് ഇവിടെ മലബാറിൽ കേട്ടോ. മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. പിന്നെ റാണി ഗൗരി പാർവതി ബായി ആണ് അല്ലെ. ആരാണ്? റാണി ഗൗരി പാർവതി ബായി ആണ് സൗജന്യ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത് അല്ലെ. സൗജന്യ വിദ്യാഭ്യാസം തിരുവിതാംകൂർ നടപ്പിലാക്കിയത് റാണി ഗൗരി പാർവതി ബായി ആണ്. അതുപോലെ സ്പാനിഷ് മിഷണറി ആയിരുന്ന ടിങ്കിൾ ടാബ്. ഏത് മിഷണറിയാണ്? സ്പാനിഷ് ആണ്. സ്പാനിഷ് മിഷണറി ആയിരുന്നു ടിങ്കിൾ ടാബ്. ടിങ്കിൾ ടാബ് എന്ത് ചെയ്തു? നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിച്ചു. നാഗർകോവിലിൽ കേട്ടോ. നാഗർകോവിലില് ഏത് സ്കൂളാണ്? ഇംഗ്ലീഷ് സ്കൂള് സ്ഥാപിച്ചു. ഓക്കെ ആണോ? ഓക്കെ. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം അല്ലെ. കുളച്ചൽ യുദ്ധം ഒക്കെ അറിയാം നമുക്ക്, ഡച്ചുകാർക്കെതിരെയാണ്. കർണാട്ടിക് യുദ്ധം നമുക്കറിയാം ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും തമ്മിലാണ്. പിന്നെ കുഞ്ഞാലിമരക്കാരുടെ പോരാട്ടങ്ങളൊക്കെ മാർത്താണ്ഡവർമ്മയുമായിട്ട് സാമൂതിരി രാജവംശമായിട്ടൊക്കെ ആയിരുന്നു അല്ലെ. അപ്പോ ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നതെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ആരാണ്? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. എത്ര പ്രാവശ്യം ക്വസ്റ്റൻ റിപ്പീറ്റേഷൻ വന്നു? ഡച്ചുകാരാണ് അല്ലെ. വിദേശ ശക്തി കൊച്ചി പിടിച്ചടക്കിയത് ഡച്ചുകാരാണ്. കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ. പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി രീതികൾ അല്ലെ. കുരുമുളക് അതുപോലെ ഇഞ്ചി ഒക്കെ അതിന്റെയൊക്കെ എന്ത് ചെയ്തു? ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതി പ്രോത്സാഹിപ്പിച്ചു. ശാസ്ത്രീയ കൃഷി രീതി പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അതുപോലെ ഈ നമ്മുടെ കൊച്ചിയില് അതുപോലെ കൊച്ചി അങ്കമാലി അതുപോലെ വൈപ്പിൻ കോട്ട. one second. കൊച്ചി അങ്കമാലി വൈപ്പിൻ കോട്ട.
വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിലൊക്കെ എന്ത് ചെയ്തു? സെമിനാരികളും കോളേജുകളും ഒക്കെ സ്ഥാപിച്ചു. സെമിനാരി അതുപോലെ കോളേജുകളും ആര് സ്ഥാപിച്ചു? പോർച്ചുഗീസുകാർ സ്ഥാപിച്ചു. പിന്നെ അതേപോലെ പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം അവർ അവതരിപ്പിച്ചു. അപ്പൊ പോർച്ചുഗീസുകാരുടെ കേരളത്തിലുള്ള സംഭാവന കുരുമുളക്, ഇഞ്ചി എന്നിവയിലൊക്കെ ശാസ്ത്രീയ കൃഷി രീതികൾ കൊണ്ടുവന്നു. കൊച്ചിയിലും അങ്കമാലിയിലും വൈപ്പിൻകോട്ടയിലും ഒക്കെ സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. പുകയില, പൈനാപ്പിൾ, പപ്പായ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ അവർ അവതരിപ്പിച്ച കാര്യമാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ നമ്മൾ പഠിച്ചത്? 1865 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പഠനം നടത്താൻ ആംസ്റ്റർഡാമിൽ നിന്നെത്തിയ ജൂതന്മാരുടെ തലവൻ ആരെന്ന് ചോദിച്ചാൽ പെരേര ഡി പൈവ മോസസ്. കേരളത്തിന്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ മലബാർ മേഖലയെ അടിസ്ഥാനമാക്കിയിട്ട് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണെങ്കിൽ പാർവതി ബായി റാണി ഗൗരി പാർവതി ബായി സൗജന്യ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് അത് തിരുവിതാംകൂറില് സ്പാനിഷ് നാവികനായ സ്പാനിഷുകാരനാണ് അല്ലെ. എന്ത് ചെയ്തു? ടിങ്കിൾ ടാബ് അല്ലെ. അദ്ദേഹം നാഗർകോവിലില് ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചു. നാഗർകോവിലില് ഇംഗ്ലീഷ് വിദ്യാലയങ്ങള് സ്ഥാപിച്ചു. ടിങ്കിൾ ടാബ് സ്പാനിഷ് മിഷണറി ആണ് ടിങ്കിൾ ടാബ്. അതേപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ആറ്റിങ്ങൽ കലാപം. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ഡച്ചുകാരാണ്. കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ കുരുമുളക്, ഇഞ്ചിയിലൊക്കെ ശാസ്ത്രീയ കൃഷി രീതി. കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിലെ സെമിനാരികളും കോളേജുകളും പുകയില, പൈനാപ്പിൾ, പപ്പായ എന്നിവയുടെയൊക്കെ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത കലാപം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പദം പറയും അല്ലെ, സംഘടിത കലാപം എന്ന് നമ്മൾ പറയാറുണ്ട്. ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ. ആറ്റിങ്ങൽ കലാപം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് പറയാത്തത് അതിന് വെറുതെ സമയം കളയണ്ട. എന്തായാലും 2021 to 2025 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. അത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അതങ്ങനെ മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. പിന്നെ അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം അല്ലെ. തിരുവനന്തപുരമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിക്കുന്നത് 1695 തിരുവനന്തപുരത്താണ്. അഞ്ചുതെങ്ങ് കലാപം 97. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങ് കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ഏതു ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ മാസം 12-ാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട് വിളംബരം നടന്നത് ഏതു ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്താണ്. ആയില്യം, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആയില്യം തിരുനാൾ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? കിട്ടുന്നുണ്ടല്ലോ അല്ലെ. എല്ലാം പഠിച്ചു തന്നാണ്, പഠിപ്പിച്ചു വിട്ടതാണ് ഞാന്. ഗൗരി പാർവതി ബായി. വർഷം ഓർക്കണം, 1817. തെയ്യം കലാകാരനായിട്ടുള്ള രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? തെയ്യം കലാകാരനാണ് ആര്? രാമന് ഒരു ആചാരപ്പട്ടം നൽകി. എന്താണ് ആചാരപ്പട്ടത്തിന്റെ പേര്? മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആചരിച്ച തമ്പുരാൻ ആര്? ആചാരപ്പട്ടം നൽകി ആചരിച്ച തമ്പുരാൻ ആരാണ്? ഇത് നമ്മള് കലാസാഹിത്യ സംസ്കാരത്തിൽ ഞാൻ നിങ്ങൾക്ക് 2021 മുതൽ 2025 വരെ PS നടത്തിയിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യനും മാരത്തോൺ പോലെ ഇട്ട് തന്നിട്ടുണ്ട് അല്ലെ. അതിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. കിട്ടുന്നുണ്ടോ? ചിറക്കൽ തമ്പുരാൻ അല്ലെ. ചിറക്കൽ തമ്പുരാൻ. നെക്സ്റ്റ് വൺ, വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി അല്ലെ. വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി.
മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏതു പേരിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏതു പേരിലാണ്? എങ്ങനെയാണ്? ശ്രദ്ധിക്കണേ. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പിന്നെ ഏതാണ്? പണ്ഡാരവക അല്ലെ? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ഡാരവക. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. തിരുവിതാംകൂറിലെ ദളവ അല്ലെ? തിരുവിതാംകൂറിലെ ദളവയാണ് വേലുത്തമ്പി ദളവ. പിന്നെ മെക്കാളിയുമായിട്ട് ഇദ്ദേഹത്തിന്റെ ശത്രുതയിലായിരുന്നു കേട്ടോ. മെക്കാളിയുമായിട്ട് 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയാണ് മെക്കാളി പ്രഭു. ആ മെക്കാളിയുമായിട്ടൊക്കെ വളരെയധികം ശത്രുതയിൽ ആയിരുന്നു. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആരാണ്? കേരള സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ അറിയാം യു ഷറഫ് അലി അല്ലെ? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആരാണ്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര്? ബോധവർമ്മ രാജ. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം. അവിടെ നിന്ന് ശ്രദ്ധിക്കണേ. ഈ ശ്രീമൂലം തിരുനാളെന്ന് അതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയൽ. വർഷം ഏതാണ്? 1891. നേതൃത്വം GP പിള്ള. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട മാർത്താണ്ഡവർമ്മനെ വിട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ല അല്ലെ? മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. തിരുവിതാംകൂറില് ഇവിടെ ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ. തിരുവിതാംകൂറില് തൃപ്പടിദാനം നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ നമുക്ക് എന്ത് പഠിക്കാം? കുളച്ചൽ യുദ്ധത്തിൽ അല്ലെ? കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ തോൽപ്പിച്ചത്. ഡച്ചുകാരെ എന്ത് ചെയ്തു? ഡച്ചുകാരെ തോൽപ്പിച്ചു അല്ലെ? ഇനി അടുത്തത് എന്താണ്? തിരുവിതാംകൂറിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാൻ ഉള്ള നടപടികൾ കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടപ്പിലാക്കി. കുളച്ചൽ യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് വിജയിച്ചത്. മാർത്താണ്ഡവർമ്മയാണ്. സമ്പദ് വ്യവസ്ഥ അല്ലെ? എന്തിനുള്ള സമ്പദ് വ്യവസ്ഥ? തിരുവിതാംകൂറില് സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പറയണ്ടല്ലോ അല്ലെ? ആൻസർ അറിയില്ലേ? റാണി ഗൗരി പാർവതിബായി. ഇവിടെ എന്തൊക്കെയാ നമ്മൾ പഠിച്ച? വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലെ ദളവയായിരുന്നു. മെക്കാളിയുമായിട്ട് ശത്രുതയിലായിരുന്നു. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ബോധവർമ്മ രാജയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിൽ സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. 1891 GP പിള്ളയാണ് 10,000-ലധികം പേർ ഒപ്പിട്ട നിവേദനം കൊടുക്കുന്നത് കേട്ടോ. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ തൃപ്പടിദാനം നടത്തിയതും അദ്ദേഹത്തിന് ഡച്ചുകാരൻ കുളച്ചിലുത്തും ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് വിജയിച്ചത്. മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ സാമ്പത്തിക സുസ്ഥിരമാക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു. ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു 50 ക്വസ്റ്റ്യനിലെ പ്രീവിയസ് ആയിട്ട് നടന്ന 50 ക്വസ്റ്റ്യൻ കേരള ഹിസ്റ്ററി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ എടുത്തു നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇന്നിപ്പോ നമ്മൾ 50 ക്വസ്റ്റ്യൻ ഓക്കെ. ഇതിന്റെ ബാലൻസ് അടുത്ത ക്ലാസ്സിൽ വരും. തീർച്ചയായിട്ടും കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് SCRT-യും പഴയ SCRT പുതിയ SCRT ഒക്കെ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിൽ സൈഡ് ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിച്ച് ക്ലാസ് എടുത്ത് വന്നിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.